ഹിജാബിൻ്റെ ഇഷ്യൂ ഇന്ത്യയിൽ വീണ്ടും വലിയ വിവാദത്തിലോട്ട് പോകുന്ന രീതിയാണ് കഴിഞ്ഞ ദിവസം മുംബൈ ഹൈക്കോടതിയിൽ നിന്നും കാണുവാൻ കഴിയുന്നത്. മുംബൈ സിറ്റി ചെമ്പൂരുള്ള ND ആചാര്യ കൊമേഴ്സ് കോളേജും മറ്റൊരു കോളേജിലെയും 9ഓളം വിദ്യാർത്ഥിനികൾ, അതായത് പെൺകുട്ടികൾ, മുംബൈ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുന്നു. അതായത് ആ കോളേജിൻ്റെ തീരുമാനമുണ്ടായി ആ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മതപരമായ ഒരു ചിഹ്നവും വിദ്യാർത്ഥികൾ അണിയാൻ പാടില്ല, ഇൻക്ലൂഡിങ് സർദാർമാർ, അതായത് അവർ ടർബൻ പോലും വെക്കാൻ പാടില്ല. ഈ രീതിയിലാണ് ആ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ഒരു സർക്കുലർ പുറപ്പെടുവിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 9 പെൺകുട്ടികൾ മുംബൈ ഹൈക്കോടതിയിൽ പോകുന്നു. അവർ പറയുന്ന ഡിമാൻഡാണ് ഏറ്റവും വലിയ തമാശ. മുംബൈ ഹൈക്കോടതി പറഞ്ഞു ഈ വിഷയത്തിൽ ഏർപ്പെടാൻ താല്പര്യമില്ല, അതുകൊണ്ട് അത് ഡിസ്മിസ് ചെയ്തു. പിന്നീട് ഫർദർ ഇത് എസ്കലേറ്റ് ചെയ്യാൻ സാധ്യത, ഇനി അത് സുപ്രീം കോടതിയിൽ പോകും, ഫർദർ നോക്കാം ഇതെവിടെയാണ് പോയി നിൽക്കുന്നത്. അതിനു മുമ്പ് ഈ 9 പെൺകുട്ടികൾ ഡിമാൻഡ് ചെയ്ത ചില പോയിന്റുകൾ ശ്രദ്ധിക്കുക. ഹിജാബ് എന്ന് പറയുന്നത് എൻ്റെ ധാരണ അനുസരിച്ച് തലയിലിടുന്ന ഒരു തുണിയാണ്, ഒരു തുണി കഷ്ണമാണ്. അതുമാത്രമല്ല ഇപ്രാവശ്യം ഡിമാൻഡുള്ളത്, അതായത് പൂർണ്ണമായിട്ടും കറുപ്പുമുള്ള വസ്ത്രവും, അത് നിക്കാബ്, അതായത് മുഖമെല്ലാം മൂടുന്ന രീതിയിൽ, ഏതാണ്ട് പഴയ ഞാൻ പറയാറുള്ള പോലെ ചാക്കുകെട്ട്, അതായത് മുഖവും കണ്ണും എല്ലാം കാണാത്ത രീതിയിലുള്ള വസ്ത്രം ധരിക്കുവാൻ അവരെ സമ്മതിക്കണം. അവർ പറയുന്നത്, അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതൊക്കെയാണ് അവരുടെ പുതിയ ഡിമാൻഡ്. അതായത് മനസ്സിലാക്കേണ്ടത്, ഹിജാബുമായിട്ടും ഈ നിക്കാബുമായിട്ടും വെയിലുമായിട്ടും ഉള്ള ഇഷ്യൂസ്, ഇത് പല പേരുകളുണ്ട്. ഇപ്പം എൻ്റെ ധാരണ ഹിജാബ് എന്ന് പറയുന്നത് തലയിലിടുന്ന ഒരു തുണി എന്നുള്ളതാണ് ഹിജാബ്. പിന്നെ ഈ നിക്കാബ് എന്ന് പറയുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കറുപ്പും ഒക്കെ ഇട്ട് മറ്റേ ഇവിടെ വരെ കൈയൊക്കെ ഇതേക്ക് ഈ സംഭവമെല്ലാം മുഖമെല്ലാം കണ്ണെല്ലാം കാണിക്കാതെ ഈ പോകുന്ന സംഭവമില്ലയോ, മറ്റേ ഞാൻ പറയുന്ന പോലെ ചാക്ക് കെട്ടെന്ന് പറയുന്ന പോലെ ഒരു അടിമ വസ്ത്രം, ആ രീതിയിൽ. അതാണ് എൻ്റെ ഉദ്ദേശം, കാരണം ഞാനതാണ് ഗൂഗിളിൽ നിന്ന് വായിച്ചപ്പോഴും മറ്റുള്ളവരോട് ചോദിച്ചപ്പോഴും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഈ ടോപ്പിക്കിൻ്റെ ഇപ്പോഴത്തെ ഇന്ത്യയിലെ പ്രാധാന്യവും ഇതെങ്ങനെയായിരിക്കും ഗ്ലോബലി ഇന്ത്യയിൽ നടക്കുന്ന ഇഷ്യൂ, ഇത് ഗ്ലോബലി പ്രാധാന്യം ഉണ്ടാകും. കാരണം ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ, അതുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ട്. അപ്പം നമ്മളിനി ഇതെങ്ങനെ ആയിരിക്കും ഇനി ഫർദർ ഇത് എസ്കലേറ്റ് ചെയ്യുന്ന നോക്കാം. നമുക്കറിയാം ബാംഗ്ലൂരുണ്ടായ സംഭവം, ഒരു പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട് ബാംഗ്ലൂർ സ്റ്റേറ്റ് അത് ബാൻ ചെയ്തു. അതിനുശേഷം സുപ്രീം കോടതിയിൽ അത് ഡിവിഷൻ ബെഞ്ചിൽ പോയി 2 ജഡ്ജിമാർക്ക് വിഭിന്നമായ അഭിപ്രായമുണ്ടായി. അതിൻ്റെ പേര് അത് വലിയൊരു ബെഞ്ചിലോട്ട് പോകുന്നു. ഇതാണ് സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്കോ എന്ന് പറയുന്ന ഈ കേസിൻ്റെ. അപ്പോൾ ഈ ഇപ്പം മുംബൈ ഹൈക്കോർട്ടുമായിട്ടും മറ്റുള്ള പല കോടതികളുമായിട്ടുള്ള കേസുകൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണെങ്കിലും ലോക്സഭയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ ഡിബേറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇതിന് ഭയങ്കര പ്രാധാന്യം വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഗ്ലോബലി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. അതിന് പ്രത്യേകിച്ച് പല കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റാണ് തജക്കിസ്ഥാൻ. അവിടെ ഗവൺമെൻറ് 2007 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ്, അതായത് തലയിടുന്ന തുണി ബാൻ ചെയ്തു. 2017 മറ്റുള്ള ഈ കറുപ്പും അറേബ്യൻ വസ്ത്രങ്ങൾ ബാൻ ചെയ്തു. 2024 കംപ്ലീറ്റ് ബ്ലാങ്കറ്റ് ബാൻ ചെയ്തു. ഈ സാധനം ഇവിടെ പാടില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞത് 96% ഭൂരിപക്ഷമുള്ള തജക്കിസ്ഥാനിലാണ് ഈ തീരുമാനമെടുക്കുന്നത്. അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ്റാണ്. അവർ പറഞ്ഞത് ഈ ഒരു വസ്ത്രം അറേബ്യൻ വസ്ത്രമാണ്, ഈ വസ്ത്രത്തിന് ഭീകര മുഖമുണ്ട്, ഐഡൻറ്റിറ്റി ഇല്ല, അതുകൊണ്ട് ഈ രാജ്യത്ത് ഈ വസ്ത്രം പാടില്ല. അസർബൈജാൻ അതേപോലെ ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള രാഷ്ട്രമാണ്, ബ്ലാങ്കറ്റ് ബാനാണ്. ഇനി നമ്മൾ ഈജിപ്തിലോട്ട് പോകാം. ഈജിപ്റ്റ് മുസ്ലിം ഭൂരിപക്ഷമുള്ള ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യമാണ്. അവിടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത് ബാൻ ചെയ്തു. ട്യൂണീഷ്യ ഇസ്ലാമിക് രാജ്യമാണ്, അവിടെയും ഇത് ബാൻ ചെയ്തു. കസക്കിസ്ഥാൻ സെൻട്രൽ ഏഷ്യൻ രാജ്യമാണ്, പഴയ സോവിയറ്റ് യൂണിയൻ്റെ,
അവിടെയും ഇത് ബാൻ ചെയ്തു. അതായത് മനസ്സിലാക്കൂ എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ഈ ഹിജാബും ഈ കറുപ്പ് നിക്കാബും നെയിൽ ഈ വെയിലും എല്ലാം ബാൻ ചെയ്യുന്നത്. ഇതും ചിലപ്പോൾ ഇന്ത്യയിൽ വലിയ ഡിബേറ്റ് ഉണ്ടാകാൻ കാരണം ഇത് ഒരു ക്രിസ്ത്യൻ രാജ്യമോ അതായത് നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു ഭൂരിപക്ഷ രാജ്യമൊന്നുമല്ല ബാൻ ചെയ്തേക്കുന്നത്. ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇത് ബാൻ ചെയ്തിരിക്കുന്നത്. സൗദി അറേബ്യയും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇസ്ലാമിൻ്റെ എല്ലാ ഓൾ ആൻഡ് ഓൾ എന്ന് പറയുന്ന സൗദി അറേബ്യയും പറയുന്നുണ്ട് അവിടെ നിർബന്ധമില്ല. കാരണം അവിടെ ഈ പറയുന്ന നിക്കാബും ഹിജാബും ഇടാതൊക്കെ ആൾക്കാർക്ക് പുറത്തു പോകുന്ന നിയമം ഉണ്ടായി. അതേപോലെ പല അറേബ്യൻ രാജ്യങ്ങളിലും ഇത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ മറ്റൊരു വശം എടുക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ നാഷണൽ ക്രൈം ബ്യൂറോ പറയുന്നത് 2022 ഏകദേശം 15,000-ഓളം കേസുകളാണ് ഈ മുഖം മൂടിയുള്ള വസ്ത്രമിട്ട് ആണുങ്ങൾ മാറിയിടുന്നു പെണ്ണുങ്ങളും ഇട്ടിട്ട് മോഷണം ക്രൈം പരിപാടികൾ നടത്തിയിരിക്കുന്നത്. ഞാൻ പറയുന്നത് നാഷണൽ ക്രൈം ബ്യൂറോയുടെ റെക്കോർഡാണ്. അതായത് ഈ വസ്ത്രം ഇട്ടിട്ടാണ് ഇന്ത്യയിൽ ഇതേപോലെ ഈ വസ്ത്രമിട്ടുള്ള ക്രൈമും സർവ്വസാധാരണമായിട്ട് ലോകത്തെമ്പാടും നടക്കുന്നുണ്ട്. ബോംബ് വെക്കാനും അതിനും ഇതിനുമൊക്കെ പോകുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ തന്നെയാണ് ഫ്രാൻസ് ഇതിന് ബ്ലാങ്കറ്റ് ബാൻ കൊടുത്തു, ബെൽജിയം ബാൻ ചെയ്തു, സ്വീഡൻ ബാനിലോട്ട് പോകുന്നു, പല യൂറോപ്യൻ രാജ്യങ്ങളും ബാനിലോട്ട് പോകുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ വസ്ത്രം വേണം? അതായത് നമ്മൾ ഇപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇടാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു വസ്ത്രം ഇന്ത്യയിൽ താല്പര്യമുണ്ട്? അതിനുവേണ്ടി കേസ്, വലിയ റാലികൾ ഒക്കെ. കേരളത്തിലാണ് ഇതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത്. എന്തിനാ ഇതിൻ്റെ ഇവർക്ക് ഇത്രയും താല്പര്യം എന്താണ്? അതാണ് ഇവിടുത്തെ ചോദ്യം വരുന്നത്. അതായത് ലോകം തന്നെ, അതായത് ഇൻക്ലൂഡിങ് ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ ഈ വസ്ത്രത്തോട് എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ആ രാജ്യത്തിൻ്റെ ലോ ആൻഡ് ഓർഡറും ആ രാജ്യത്തിൻ്റെ നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വസ്ത്രവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആ രാജ്യത്തെ ബാധിക്കും. അതിൻ്റെ പേരിലാണ് ബാൻ ചെയ്തിരിക്കുന്നത്. അതായത് അതിതീവ്രമായ ഇസ്ലാമിക വൽക്കരണം എന്ന് പറയുന്നത് ഒരു രാജ്യത്തും പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. ഏതായാലും ഇന്ത്യയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെൻ്ററി ഡിബേറ്റ് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ പല രീതിയിലുള്ള പല ആംഗിളും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. കാരണം എന്താണ് ഹിജാബെന്നും എന്താണ് നിക്കാബെന്നും എന്താണ് ഈ പറയുന്ന ചാക്കുകെട്ടിനെ പറ്റി A to Z കാര്യങ്ങൾ അവിടെ ഡിബേറ്റ് ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കും? അതായത് മുഖം മൂടി വസ്ത്രം വേണോ വേണ്ടായോ? ഞാൻ ഹിജാബിൻ്റെ തലയിലിടുന്ന തുണിയുടെ കാര്യമല്ല പറയുന്നത്. ഈ പറയുന്ന മുഖം മൂടി സംഭവം സ്ത്രീകളെ അടിമകളാക്കുന്ന രീതിയിൽ ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല അതിനെ പറ്റിയുള്ള കാരണം ഇവരൊക്കെ പറയുകയാണ് ഇസ്ലാമിലത് പറഞ്ഞ് ഇസ്ലാമിക വസ്ത്രമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡിബേറ്റ് നടത്തി ഇന്ത്യയിൽ ഈ മതചിഹ്നങ്ങൾ ധരിക്കുന്നത്, അതായത് സ്കൂളുകളിലാണെങ്കിലും പബ്ലിക് പ്ലേസിലാണെങ്കിലും അതിനെപ്പറ്റി ഒരു ഡിബേറ്റ് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. കാരണം ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ഒരു പ്രത്യേക വിഭാഗം ഇന്ത്യയെ പുറകോട്ട് കൊണ്ടുവരാൻ വേണ്ടി, ഇന്ത്യയെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ഇവിടെ പ്രചരണവും നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പെട്ടെന്ന് ഈ 9 കുട്ടികൾ അവർക്ക് എല്ലാ രീതിയിലുള്ള ഇസ്ലാമിക വസ്ത്രങ്ങൾ ധരിക്കുവാൻ, അതായത് മുഖംമൂടി ഉൾപ്പെടെ ധരിക്കുവാനുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് മുംബൈ ഹൈക്കോടതിയിൽ പോകുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ഡിബേറ്റും ഒരു ബില്ലും കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പുരോഗമിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആവശ്യമാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം.